ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാവിലെ സമയത്ത് ഈ ദേശത്ത് ചെമ്പ് മുറിഞ്ഞപുഴ എന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് വരുവാനും നിങ്ങളുമായിട്ട് ചില മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിളിലെ കാര്യങ്ങൾ സംസാരിക്കുവാനും ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കുന്ന വാർത്ത സദ്വർത്തമാനമാണ്, നല്ലൊരു വാർത്തയാണ്. നമ്മൾ ദിവസം തോറും കേൾക്കുന്ന വാർത്തകളൊക്കെയും നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. എന്താണ് നമ്മുടെ കേരളത്തിന് സംഭവിച്ചത്? എന്താണ് നമ്മുടെ ഇന്ത്യക്ക് സംഭവിച്ചത്? ഈ ലോക രാജ്യങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെയായി തീരുന്നത്? അത്രമാത്രം അനർത്ഥം കൊണ്ടും ആപത്ത് കൊണ്ടും മാറാവ്യാധി കൊണ്ടും പ്രതിസന്ധി കൊണ്ടും ജനം മുന്നോട്ട് പോകുമ്പോൾ, വാർത്തകൾ കേട്ട മനുഷ്യൻ ഞെട്ടിത്തിരിയുമ്പോൾ, ഏതൊരു മനുഷ്യനെയും സന്തോഷിപ്പിക്കുന്ന, ഏത് മനുഷ്യന്റെയും ഉള്ളിൽ ജീവൻ തരുന്ന, സന്തോഷം തരുന്ന, പ്രത്യാശ നൽകുന്ന ഒന്ന് കർത്താവായ യേശുവിന്റെ വചനം മാത്രമാണ്. നിങ്ങൾക്കറിയാവോ, ഈ ലോകം മുഴുവൻ പാപത്തിൽ ജീവിക്കുന്നു. പാപമംഗലമായ ജീവിതം, കുടുംബ ബന്ധങ്ങളെല്ലാം തകരുന്നു. ഒരു വ്യക്തികൾക്ക് സമാധാനമില്ല. നാം എല്ലാം അറിയുന്നത് പോലെ ആളുകൾ സമാധാനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. ഒരിക്കൽ സമാധാനത്തിന് വേണ്ടി ആളുകൾ എന്ത് ചെയ്യാൻ മടിയില്ലാതെ അനേക യാത്രകൾ ചെയ്യുന്നു, ഒട്ടനവധി പണങ്ങൾ മുടക്കുന്നു. അവസാനം ആളുകൾ മദ്യപാനത്തിലേക്ക്, മയക്കുമരുന്നിന്റെ അടിമകളായി തീരുന്നു. ചില ആളുകളൊക്കെ എന്ത് തീരുമാനിക്കുന്നു? എനിക്ക് സമാധാനമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്റെ വിഷയം കാണാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അതെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. എന്നാൽ ആത്മഹത്യ ജീവിതത്തിന്റെ ഒരു വിജയമല്ല, അത് പരാജയമാണ്. ആത്മഹത്യ ചെയ്താൽ നമുക്ക് നിത്യതയിലെത്താൻ പറ്റത്തില്ല. നമ്മളെ ദൈവം ഈ ലോകത്ത് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിൽ ദൈവം ഒരു നിത്യത വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിത്യമായ സൗഭാഗ്യത്തില്, മോക്ഷത്തിൽ, അല്ലെങ്കിൽ നിത്യമായ നാശത്തിൽ. അതുകൊണ്ടും ഈ ലോകത്ത് നമ്മളാരും പൊട്ടിവിരിഞ്ഞ് കുരങ്ങിൽ നിന്നൊക്കെ ഇങ്ങനെ ഉത്ഭവിച്ച് വന്നവരല്ല. നമ്മുടെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, അത് സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, നമ്മളെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് നിത്യതയിൽ ദൈവത്തോടൊപ്പം നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. എന്നാൽ പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. തിരുവചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപത്തിന് ശമ്പളമായ മരണത്തിന് അധീനരായി തീർന്നു. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇന്ന് പകൽ പാപമോചനത്തിന് വേണ്ടി ആളുകൾ ഓടുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സമാധാനത്തിന് വേണ്ടി ഓടുന്നത് പോലെ പാപമോക്ഷം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി കർമാദികളെല്ലാം ചെയ്ത ആളുകൾ ഓടുന്നുണ്ട്. എന്നാൽ വിശുദ്ധ വചനം പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളഞ്ഞിരിക്കുന്നു